താങ്ക് യു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമെന്ന് കർത്താവിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ച വിഷയമെന്നുള്ളത് തുറക്കപ്പെട്ട കൃപാസനവും ലഭ്യമാകുന്ന കൃപകളും എന്നുള്ളതാണ്. നമുക്ക് ആ വിഷയത്തിന്റെ ബാക്കി ക്ലാസ്സിലേക്ക് പോകാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് നമ്മളുടെ വിഷയത്തിന്റെ ആധാരമായ വാക്യം ഒന്ന് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വേഗത്തിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ നമ്മളുടെ വിഷയത്തിന്റെ ആധാരം ഈ വാക്യങ്ങളാണ്. നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് കൃപാസനം എന്ന് പഠിച്ചു. കർത്താവ് യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ പുതിയ വിശ്വാസികൾക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്ന സ്വർഗത്തിലുള്ള കൃപയുടെ സിംഹാസനമാണ് കൃപാസനം എന്ന് നമ്മൾ പഠിച്ചു. അത് മാത്രമല്ല, നാം മനസ്സിലാക്കിയത് അവിടെ മഹാപുരോഹിതനായി ക്രിസ്തുവുണ്ട്. ആ കൃപാസനം നമുക്കായി സദാസമയവും തുറന്നിട്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വിശദീകരിച്ച് 1-ാമത്തെ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. നമ്മൾ 2-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ പഠിച്ചത് നമുക്ക് നമ്മളുടെ വിചാരങ്ങളെ വിവേചിച്ചറിയുവാനായിട്ട് കൃപ ആവശ്യമാണ്. അതാണ് ലഭ്യമാകുന്ന 1-ാമത്തെ കൃപ എന്ന് നമ്മൾ പഠിച്ചു. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മെ പ്രവർത്തിക്കാൻ സാധിക്കും, നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ ആത്മാവിൽ നിന്നും ഒപ്പം തന്നെ നമ്മുടെ പ്രാണനിൽ നിന്നും ആശയങ്ങൾ വരികയാണ്, ഉദ്ദേശങ്ങൾ വരികയാണ്. ആ ഉദ്ദേശങ്ങളും ആശയങ്ങളും വരുമ്പോൾ അത് ആരുടെ ആശയത്തിന് നമ്മൾ കീഴ്പ്പെടുന്നുവോ അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ഉള്ളത്. നാം ആത്മാവിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ളതായിരിക്കുകയും അല്ല നാം പ്രാണന്റെ ചിന്തകൾക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും കല്ല്, മരം, വൈക്കോൽ എന്നിവ കൊണ്ടുള്ളതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ കല്ല്, മരം, വൈക്കോല് എന്നിവ കൊണ്ടുള്ളതൊക്കെ ഇല്ലാതായി തീരും, അല്ലെങ്കിൽ വെന്തു പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ളതാകുവാൻ വേണ്ടി നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവ് നൽകുന്ന ആശയങ്ങൾ കേട്ടും ആത്മാവിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടും. പക്ഷേ ഈ നമുക്കുണ്ടാകുന്ന വിചാരങ്ങൾ ഇത് ആത്മാവിന്റെയാണോ പ്രാണന്റെയാണോ എന്ന് വിവേചിച്ചറിയുവാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലും. ദൈവമേ, ആത്മാവിനെ അനുസരിക്കാൻ എന്നെ സഹായിക്കുമെന്ന് പറയുകയും നമുക്കുണ്ടാകുന്ന ആശയങ്ങൾ നമ്മൾ വചനപ്രകാരം ഒന്ന് വിലയിരുത്തുകയും ചെയ്യുമ്പോൾ വചനം അതിനെ കീറി മുറിച്ച് ആത്മാവിന്റെയും പ്രാണന്റെയും ചിന്തകളെ വേർതിരിച്ച് നൽകുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിനെ കേൾക്കാനും പ്രാണന്റെ ചിന്തകളെ തിരസ്കരിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മാന്യത ഉണ്ടാകും നിശ്ചയമായിട്ടും. പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായില്ലെങ്കിലും സ്വർഗത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ സാധിച്ചു. നമുക്ക് ഇന്ന് 2-ാമതായി നമുക്ക് ലഭിക്കാൻ പോകുന്ന സഹായം, ലഭ്യമാകുന്ന 2-ാമത്തെ കൃപയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്.
അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന് ആവശ്യ സമയങ്ങളിൽ കരുണ ലഭിക്കുക എന്നുള്ളത് ആണ്. അപ്പോൾ നമുക്ക് വിശ്വാസം മുറുകെ പിടിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആധാരമായിരിക്കുന്ന വാക്യം നമ്മുടെ കുറിവാക്യത്തിന്റെ 14-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. ഇവിടെ സ്വീകാരം എന്നൊരു വാക്കാണ് നമ്മുടെ സത്യവേദ പുസ്തകത്തിനകത്ത് നൽകിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിൾ ബിബ്ലിക്കയുടെ പുതിയ പരിഭാഷയ്ക്കകത്ത് ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളത്: ആകയാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ദൈവപുത്രനായ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് സ്വീകാരം എന്ന് പറയുന്ന വാക്കാണ്, രണ്ടാമത് കണ്ടത് വിശ്വാസം എന്ന് പറയുന്ന വാക്ക് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നോക്കാം. ഇംഗ്ലീഷ് പരിഭാഷയ്ക്കകത്ത് ബെറിയൻ ലിറ്ററൽ ബൈബിൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്: therefore having a great high priest, having passed through the heavens, Jesus the Son of God, we should hold firmly to our confession. നമ്മളുടെ ഏറ്റുപറച്ചിൽ എന്നുള്ളതാണ്. കൺഫെഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഏറ്റുപറച്ചിൽ എന്ന് ആണ്. നമ്മൾ ഇനി മറ്റ് ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയാൽ ഫെയ്ത്ത് വി പ്രൊഫസ്, നമ്മൾ പ്രഖ്യാപിച്ച വിശ്വാസം എന്ന് ഒരു പരിഭാഷയിലുണ്ട്. മറ്റൊരു പരിഭാഷയ്ക്കകത്ത് കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ എന്ന പരിഭാഷ ചെയ്തിട്ടുണ്ട്. ബിലീവ് എന്ന് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം വിശ്വാസം എന്നുള്ളത് ആണ്. അപ്പോൾ 14-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് ആണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ വിശ്വാസം? എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് പറയാമോ? എന്താ നമ്മുടെ വിശ്വാസം? ആർക്കെങ്കിലും ഒരാൾക്ക് എന്താ നമ്മുടെ വിശ്വാസം എന്ന് പറയാമോ? നമുക്ക് ഒത്തിരി വിശ്വാസങ്ങളുണ്ട് അല്ലെ? യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നു, യേശു കർത്താവ് വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ വാക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രീക്ക് പരിഭാഷയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന വാക്ക് ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു ധൈര്യം എന്നുള്ളതാണ്. നാം ചെയ്ത ഉടമ്പടിയെ പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യം എന്ന് പറയുന്ന ഹോമോലോഗിയാസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളപ്പോ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉടമ്പടി എന്താണ്? നമുക്കറിയാം, റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. ഇനി ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു കർത്താവിനെ ഞാൻ യേശു കർത്താവിന്റെ കൂടെ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ദൈവപുത്രങ്കലുള്ള വിശ്വാസം നിമിത്തമത്രേ ഞാൻ ജീവിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ള വിശ്വാസികളോട് അനുഭവ സാക്ഷ്യം പോലെ പറയുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നു, യേശുവിന്റെ ജീവിതം ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഉടമ്പടിയുടെ പ്രഖ്യാപനം. നമ്മൾ ഉടമ്പടി യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഉടമ്പടിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി നാം വിശ്വസിച്ചിരിക്കുന്ന കാര്യം, കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ യേശു മാത്രമല്ല, ആ കൂടെ ഞാനും മരിച്ചു. അപ്പോൾ ആ മരണത്തിൽ യേശുവിന്റെ കൂടെ ഞാൻ മരിച്ചു. ഇന്ന് ഞാൻ ജീവിക്കുന്നില്ല, യേശു മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഇതാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനോട് ജീവിതത്തിന്റെ ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ, ലൈഫിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം ഇതാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആണ്. ഒറ്റ
മാത്രമേ ലൈഫിന് ഡെഫിനിഷനായി, ലൈഫിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയുവാനായിട്ടുള്ളത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആണ്. അതാണ് നമ്മളുടെ വിശ്വാസം. ഞാനില്ല, ജോൺസൺ ലാസർ ഇല്ല, മറിച്ച് ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ പ്രഖ്യാപനം. അത് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം ആണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം മുറുകെ പിടിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്ന കാര്യം? വിശ്വാസം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്ന കാര്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തു എന്റെ കർത്താവാണ്. യേശു ക്രിസ്തു എന്റെ കർത്താവാണ്. ഞാൻ യേശുവിന്റെ കൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ജീവിതമാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുക. അതായത് എന്നെ കാണുന്ന ആളുകൾ ക്രിസ്തുവിനെ കാണാൻ ഇടയാകണം. എന്നെ കേൾക്കുന്ന ആളുകൾ ക്രിസ്തുവിനെ കേൾക്കാൻ ഇടയാകണം. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തു സംസാരിക്കുന്ന കാര്യങ്ങൾ ആകണം. ഞാൻ കാണുന്ന കാര്യങ്ങൾ ക്രിസ്തു കാണുന്ന കാര്യങ്ങൾ ആകണം. അപ്പൊ അങ്ങനെ ഒരു ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ ജീവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് ബൈബിൾ ആവശ്യപ്പെടുന്ന വിശ്വാസം. അല്ലാതെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വീട് തരും, വാഹനം തരും, മക്കളുടെ കല്യാണം നടത്തി തരും, നമ്മളെ നന്നായി പോറ്റും, നമുക്ക് ഇവിടെ വലിയ സുഖലോലുപതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും, ഏറ്റവും അവസാനം സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതല്ല നമ്മളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കാൽവറി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ആ കൂടെ ഞാനും കൂടെ മരിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചയാളാണ്. ക്രിസ്തു മാത്രമേ ജീവിക്കുന്നുള്ളൂ. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ അതാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ അതിന്റെ ഉദ്ദേശമായി നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തുമെന്നാണ്. എന്താണ് പാപം? അതിന്റെ അടുത്ത വാക്യം പറയുന്നു, നാം അവനിൽ, അല്ലെങ്കിൽ അവനിൽ വിശ്വസിക്കാത്തതാണ് പാപം. അപ്പൊ ലോകത്തിന് യേശു കർത്താവിൽ വിശ്വസിക്കാത്തത് പാപമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അല്ലാതെ മദ്യപാനം പാപമാണ്, പുകവലി പാപമാണ്, ഭാര്യയെ തെല്ലുന്നത് പാപമാണ്, അതിര് മാറ്റുന്നത് പാപമാണ്, ഇതൊന്നും പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു പിള്ളേരോട് ചോദിച്ചു നോക്ക്, പുകവലിക്കുന്ന പാപമാണോ എന്ന്. അവര് പറയും പുകവലിക്കുന്ന പാപമാണെന്ന് പറയും. മദ്യപിക്കുന്ന പാപമാണെന്ന് ചോദിച്ചു നോക്ക്, അവര് പറയും മദ്യപിക്കുന്ന പാപമാണെന്ന് പറയും. നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ച പിള്ളേരോട് ചോദിച്ചു നോക്ക്, വീട്ടിലുള്ള ആളുകളെ തല്ലുന്ന പാപമാണോ എന്ന്. അവര് പറയും പാപമാണെന്ന് പറയും. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട, നമ്മുടെ മക്കളെ വിട്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിരീശ്വരവാദിയോട് ചോദിക്ക്, ഭാര്യത്തെല്ലാം തെറ്റാണെന്ന് ചോദിക്ക്, അവര് പറയും തെറ്റാണോ, പാവമെന്ന് പറഞ്ഞില്ലെങ്കിലും തെറ്റാണെന്ന് പറയും. അപ്പൊ അത് ബോധ്യമാക്കി തരാൻ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു നീതിന്യായ വ്യവസ്ഥയോ നല്ല പോലീസോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാപമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ യേശുവിൽ വിശ്വസിക്കാത്തത് പാപമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പോട്ടെ, ഞാൻ ആ വിഷയം വിടുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും. എന്നിട്ട് യേശു പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായികയാൽ നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും. അപ്പോൾ നീതി സമം എന്താണ്? യേശു എന്ത് ചെയ്യുമോ അതാണ് നീതി. അപ്പോൾ യേശു ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ പാർക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമോ അതാണ് യേശു ചെയ്യുന്ന കാര്യം. അപ്പൊ യേശു ഇന്ന് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമോ അതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. യേശു ഇന്ന് കൊട്ടാരക്കരയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ അതേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. യേശു ഇന്ന് തൃശ്ശൂർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ അത് മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഞാൻ എന്താ വിശ്വസിച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചു, ക്രിസ്തു മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ പരസ്യമായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ചുരുക്കമായി പറഞ്ഞാൽ, രഹസ്യ വിശ്വാസിയായിട്ടല്ല, ഒരു പരസ്യ വിശ്വാസിയായി ലീവ് യുവർ ഫെയ്ത്ത് ഔട്ടോൾ, പുറമെ പ്രദർശിപ്പിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മളുടെ വിശ്വാസം. പല ആളുകളും, ഈ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നത് വേണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട എന്നുള്ളതാണ്. അവര് സാധാരണയായി പറയാറുള്ള കാര്യം, ഈ വിശ്വാസം എന്ന് പറയുന്നതൊക്കെ ഈ ചടങ്ങുകൾക്കകത്ത് മാത്രമുള്ള ഒന്നാണ് എന്ന് അവര് ആരോപിക്കാറുണ്ട്. ശരിയാ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്ന ചില വിശ്വാസങ്ങൾ ഈ ചടങ്ങുകൾക്കകത്ത് മാത്രമേ ഉള്ളൂ. അവര് പറയാറുണ്ട്, ചായക്കടയിൽ പോയാൽ അവിടെ ദൈവമില്ല,
ചായക്കടയിൽ പോയി അവിടെ എന്താ വിശ്വാസം? നിങ്ങൾ റേഷൻ കടയിൽ പോയി അവിടെ എന്താ വിശ്വാസം? നിങ്ങള് മൊബൈൽ ഷോപ്പിൽ പോയി അവിടെ എന്താ വിശ്വാസം? അവിടെയൊന്നും വിശ്വാസമില്ലല്ലോ. നിങ്ങൾ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് എവിടെ മാത്രമാണ്? ഈ സഭയ്ക്കകത്ത് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് മാത്രം, നിങ്ങളുടെ കർമ്മങ്ങൾക്കകത്ത് മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്ന് അവർ നമുക്കെതിരെ ഉള്ള ആരോപണമായി പറയാറുണ്ട്. ശരിക്കും ശരിയല്ലേ? നമ്മൾ ഈ കാണിക്കുന്ന പല കാര്യങ്ങളും ഈ സഭയ്ക്കകത്തോട്ട് മാത്രം ഒതുക്കി, പ്രാർത്ഥനയിലേക്ക് മാത്രം ഒതുക്കി, അവിടെ മാത്രം വിശ്വാസിയാവുന്ന ഒരു രീതി ഇപ്പോൾ നമുക്കിടയിലുമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്നില്ല, യേശു ജീവിക്കുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ജീവിതമാണ്. എന്റെ നോട്ടം യേശുവിന്റെ കണ്ണുകളിലൂടെയുള്ള നോട്ടമായി മാറുമ്പോൾ, എന്റെ സംസാരം യേശു സംസാരിക്കുന്നത് പോലെ ആകുമ്പോൾ, എന്റെ കേൾവി യേശു കേൾക്കുന്നത് പോലെ ആകുമ്പോൾ, എന്റെ ജീവിതം യേശുവിന്റെ ജീവിതം പോലെ ആകുമ്പോൾ, ഞാൻ ഇടപെടുന്ന ആളുകൾ യേശു ഇടപെടുന്ന ആളുകൾ മാത്രമാകുമ്പോൾ, ഞാൻ ഇടപെടുന്ന രീതികൾ യേശു എങ്ങനെ ഇടപെടുമോ അങ്ങനെ മാത്രമാകുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആർക്കും പറയുവാൻ കഴിയത്തില്ല വിശ്വാസം എന്ന് പറയുന്നത് ചടങ്ങുകൾക്കകത്ത് മാത്രം ഒതുങ്ങുന്ന കാര്യമാണ് എന്ന് ആരോപിക്കുവാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതങ്ങൾ പച്ചയായ യാഥാർത്ഥ്യങ്ങളായി നിലകൊള്ളുകയും വിശ്വാസം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. അത് യേശു എന്റെ കർത്താവാണെന്ന് എപ്പോഴും ഒരിക്കൽ വിശ്വസിച്ച കാര്യത്തെ ഹൃദയത്തിനകത്ത് മുറുകെ പിടിക്കാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ യേശുവിന്റെ കൂടെ മരിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നില്ല, യേശു മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. ഇതിന്റെ പിന്നില് കുറെ ചലഞ്ചുകൾ നമുക്ക് ഉണ്ട്. അങ്ങനെ അത്ര ഈസി ആയ കാര്യം ഒന്നുമല്ല. ആ ചലഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് അപമാനമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, അപമാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. 2, നമുക്ക് തടവ് വരാനുള്ള സാധ്യതകളുണ്ട്. 3, നമ്മളുടെ മുൻപിൽ മരണം സംഭവിക്കാൻ, അല്ലെങ്കിൽ നാം മരണത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകളുണ്ട്. 4, നാം പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ. അപ്പോൾ വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമ്മുടെ മുൻപിലുള്ള 4 ചലഞ്ചസുകളാണ്: 1, അപമാനം; 2, തടവ്; 3, മരണം; 4, പരാജയം. വിശ്വാസം എന്തായിരുന്നു? ഞാൻ യേശുവിന്റെ കൂടെ മരിച്ചു, ഞാൻ ജീവിക്കുന്നില്ല, യേശു മാത്രമേ ജീവിക്കുന്നു. ഓക്കെ. അപമാനം. നമ്മൾ എബ്രായ ലേഖനം മുഴുവനായിട്ടൊന്ന് പഠിച്ചാൽ, എബ്രായ ലേഖനം എഴുതാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും 1-2 വാചകങ്ങളെ ഞാൻ പറയാം. എബ്രായ വിശ്വാസികൾ ഏതാണ്ട് പിന്മാറ്റത്തിന്റെ വക്കിലിരുന്നപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് ആത്മീയതയിൽ, ക്രിസ്തീയതയിൽ ക്രിസ്തുവിന്റെ കൂടെ നിലനിൽക്കണം എന്ന് പ്രബോധിപ്പിച്ച് എഴുതുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. ഓക്കെ. അവിടുത്തെ ഒരു പ്രശ്നം, എബ്രായ വിശ്വാസികൾ അഥവാ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുവിനെ അനുകരിച്ച് അംഗീകരിച്ച് വന്ന ആളുകൾ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപമാനിക്കപ്പെടുമ്പോൾ അവരെ ആദ്യം കളിയാക്കിയിരുന്നത് മറ്റു യഹൂദന്മാർ പറയുകയാണ്, അല്ലെ നിങ്ങൾക്ക് ആരാ ശരിക്കും, നിങ്ങൾക്ക് ഒരു യേശു മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളെ നോക്കി, ഞങ്ങൾക്ക് പ്രവാചകന്മാരുടെ നിരയായി ഇങ്ങോട്ടുള്ളത്, നിങ്ങൾക്ക് ആരാ ഉള്ളത് എന്ന് അവരെ കളിയാക്കി പറയുകയും. 2, ഞങ്ങൾക്ക് ദൂതന്മാരുണ്ട്, നിങ്ങൾക്ക് ആരുണ്ട് എന്ന് കളിയാക്കുകയാണ്. 3, ഞങ്ങൾക്ക് മോശ എന്ന ശ്രേഷ്ഠനായ പ്രവാചകനുണ്ട്, നിങ്ങൾക്ക് ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. 4 പറയും, ഞങ്ങൾക്ക് ശബത്തുണ്ട്, പെരുന്നാളുകളുണ്ട്, നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ച് കളിയാക്കും, അപമാനിക്കും. ഞങ്ങൾക്ക് പൗരോഹിത്യമുണ്ട്, നിങ്ങൾക്ക് എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് അപമാനിക്കും. 6, ഞങ്ങൾക്ക് കുറെ ഉടമ്പടികളുണ്ട്, പ്രോമിസുകളുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കും. ഇനി 7, ഞങ്ങൾക്ക് കുറെ യാഗങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്താണുള്ളത് എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കും. അപ്പൊ ഇത്തരം അപമാനങ്ങളിലൂടെ യഹൂദന്മാര് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതോ ഇതിന് സമാനമായതോ ഇതിലേറെയോ അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് വരാം. ഒരുപക്ഷെ ക്രിസ്ത്യാനിയായി, വിശ്വാസിയായി നമ്മൾ ഒരാൾ മാത്രം വീട്ടിലുള്ളൂ എങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആളുകൾ കളിയാക്കി എന്ന് വരാം, അവർ നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് വരാം, അവർ നമ്മളെ അപമാനിച്ചു എന്ന് വരാം, അവർ നമ്മളെ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് വരാം. അല്ല, നമ്മൾ ഇനി ക്രിസ്തുവിനെ പോലെ ജീവിക്കാനായിട്ട് തീരുമാനമെടുത്ത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അവിടെയും നമ്മൾ കളിയാക്കലുകൾ സഹിച്ചു എന്ന് വരാം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ക്രിസ്തുവായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ ജീവിതമൊന്നുമല്ല. കാരണം അത് നീതിയുടെ ജീവിതമാണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്, നമ്മുടെ വീടിനടുത്ത് ഉള്ള ഒരു കടയിലേക്ക് നമ്മൾ ഒരു കവർ പാല് വാങ്ങാൻ വേണ്ടി പോകുന്നത് മോട്ടോർ സൈക്കിളിലാണ്, ബൈക്കിലാണെന്ന് ഇരിക്കട്ടെ. ക്രിസ്തുവിനെ പോലെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം?
ഒന്ന്, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ വാഹനം ഓടിക്കണം. 2, ആ വാഹനത്തിന്റെ ബുക്കും പേപ്പറും എല്ലാം ശരിയായിരിക്കണം. 3, നമ്മൾ ഹെൽമെറ്റ് വെച്ചിരിക്കണം. കാരണം എന്താണ്? അതാണ് നീതി. യേശു ആണ് ഇന്ന് ഇവിടെയെങ്കിൽ അങ്ങനെ പെരുമാറത്തുള്ളായിരുന്നു. ഈസിയാണോ? ഇനി കാറിലാണെങ്കിൽ അതിന്റെ നിയമപ്രകാരം ചെയ്യണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കുറച്ചുകൂടെ ഡീപ്പായിട്ടൊന്ന് പറഞ്ഞു പോയാൽ, നമ്മളൊരു സ്ഥലം മേടിച്ചു. സ്ഥലം മേടിക്കുന്ന ആൾക്കാരാണല്ലോ. സ്ഥലം മേടിച്ചു. ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ആധാരം എഴുതുമ്പോൾ യേശു ആണ് സ്ഥലം വാങ്ങിച്ച് ആധാരം എഴുതുന്നത് എങ്കിൽ എങ്ങനെ എഴുതും? അങ്ങനെ തന്നെ നമ്മൾ എഴുതണം. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മൾ എത്ര രൂപയ്ക്കാണോ സ്ഥലം വാങ്ങിയത് അത്രയും രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ച് അതിലെഴുതണം. മനസ്സിലായോ? അപ്പൊ ഇത് ഈസിയാണോ? എവിടെ? അതൊന്നും ഈസി അല്ല. നമ്മള് തട്ടിയും മുട്ടിയും ഇങ്ങനെ അങ്ങനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ബ്രദർ എന്തീ പറയുന്നേ? ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ? അത് നിയമപരമായി ഞാൻ പറ്റുന്നു. അത്രയും രൂപയൊക്കെ കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് കാശൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് എഴുതിയാൽ മതി, അതൊക്കെ മതി നമ്മൾ പറയും. അപ്പൊ ക്രിസ്തുവിനെ പോലെ ആയോ? അപ്പൊ വീട്ടിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ കളിയാക്കും. നമ്മൾ ക്രിസ്തുവിനെ ജീവിക്കുമ്പോൾ കുറെ ഫുഡ് വേണ്ടെന്ന് പറയും, ചില കാര്യങ്ങൾ വേണ്ടെന്ന് പറയും. കാരണം പുതിയ നിയമത്തിനകത്ത് ഒരു കൽപ്പനയുണ്ട്, താനേ ചത്തതിനെയും ശ്വാസം മുട്ടിച്ച് കൊന്നതിനെയും തിന്നാൻ പാടില്ല എന്ന്. ഇവിടെ നമ്മൾ കഴിക്കുന്ന പന്നീരൊക്കെ ശ്വാസം മുട്ടിച്ചാ കൊല്ലുന്നത്, പക്ഷെ നമ്മൾ വെട്ടി വിഴുങ്ങി കഴിക്കും. അപ്പൊ ക്രിസ്തു ആണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ക്രിസ്തുവിനെ പോലെ ജീവിക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയ ജീവിതമല്ല. ഓക്കെ, അത്ര ഈസി ആയ ജീവിതമല്ല. പക്ഷെ നാം ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ ആളുകൾ കളിയാക്കും. നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മളെ അപമാനിക്കും ആളുകൾ. ഓ, പിന്നെ അവനൊരു വലിയ ക്രിസ്ത്യാനി വന്നേക്കുന്നു, അവനൊരു വലിയ വിശ്വാസി വന്നേക്കുന്നു, അവനൊരു വലിയ ഭക്തൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ആളുകൾ കളിയാക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പം അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് മാറേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ, ഒരു കെട്ടിടം പണിതാൽ അതിന്റെ കരം നമ്മൾ അടയ്ക്കുന്ന ക്രിസ്തുവിനെ പോലെ അടയ്ക്കുമ്പോൾ, അതിനകത്ത് കള്ളത്തരം കാണിക്കാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. എന്റെ ദൈവമക്കളെ, ഇങ്ങനെ അപമാനങ്ങൾ സഹിക്കുമ്പോൾ എങ്ങനെയാണ് യേശുവിനെ പോലെ ആകാൻ സാധിക്കുക? അപമാനിക്കപ്പെടുമ്പോൾ യേശുവിന്റെ ജീവിതം നമ്മൾ ജീവിക്കണം. അതെന്താണ് യേശുവിന്റെ ജീവിതം? ഞാൻ വേഗത്തിൽ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. മത്തായി സുവിശേഷം 27-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം. അവിടെ നാം കാണുന്നത് യേശു കർത്താവിനെ അവർ അപമാനിക്കുമ്പോഴും യേശു ഒരു വാക്കിനും ഉത്തരം പറഞ്ഞില്ല എന്നാണ്. കള്ള സാക്ഷികളൊക്കെ വന്ന് യേശുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യേശു അതിനൊന്നും ഉത്തരം പറഞ്ഞു. ഞാൻ വായിക്കുന്നുണ്ട്, രോമം കത്രിക്കുന്നതിന് മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ഒരു വാക്കുപോലും മറുത്തു പറഞ്ഞില്ല. അവന്റെ മൗനത്തിൽ, അവന്റെ നിശബ്ദതയിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് പോലും അത്ഭുതം തോന്നി. പീലാത്തോസിന് അതിശയം തോന്നി. ഇവൻ എന്താണ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നോർത്ത് അതിശയം. അപ്പൊ നമ്മളെ അപമാനിക്കപ്പെടുമ്പോൾ നമുക്ക് 2 എണ്ണം തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? പക്ഷെ യേശു ആണെങ്കിലും ഒരു വാക്ക് പോലും തിരിച്ചു പറയുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കിയേ. രണ്ടാമത്തെ കാര്യം 1 പത്രോസ് 2:23 അധിക്ഷേപിച്ചിട്ട് പകരം അധിക്ഷേപിച്ചില്ല, കളിയാക്കിയിട്ട് പകരം കളിയാക്കിയില്ല. ഇപ്പൊ നമ്മളെ ഒരാൾ കളിയാക്കി, തിരിച്ച് ഒരു കളിയാക്കൽ നടത്തിയില്ലെങ്കിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ഇത് കൊടുത്തില്ലെങ്കിൽ, അല്ലെ, ഒരു കൗണ്ടർ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്നെ കളിയാക്കിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ അയ്യോ എന്തോ ഭയങ്കര വിഷമമാണ്. പിന്നെ എനിക്ക് 2 എണ്ണം പറയാൻ പറ്റിയില്ലല്ലോ, 2 എണ്ണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തിന് 2 എണ്ണം പറയാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ വിടാൻ പറ്റുമോ ബ്രദറെ? 2 എണ്ണം പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ മാനുഷികമായ ത്വരയുണ്ടല്ലോ, അതിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ യേശു എന്ത് ചെയ്തില്ല? കളിയാക്കി, ഊടുപടം യേശുവിനെ കളിയാക്കുക. കണ്ണ് കെട്ടിയിട്ട് മുഖത്തടിച്ചിട്ട് നിന്നെ തല്ലിയെന്ന് പ്രവചിക്കാൻ പറഞ്ഞു. മുഖത്ത് തുപ്പി, തലയിലെ രോമങ്ങൾ വലിച്ചു പറിച്ചു. എന്തെല്ലാം തരത്തിലുള്ള അധിക്ഷേപം യേശു സഹിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഒരു കാര്യവും
തിരിച്ചൊരു കളിയാക്കലും യേശുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഇനി ലൂക്കോസ് 23:34 വായിക്കുന്നത് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു എന്നാണ്. ആർക്കൊക്കെ വേണ്ടി? തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ദേഹം ഉപദ്രവിച്ച ആ പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്നെ അപമാനിക്കുന്ന പുരോഹിത വർഗത്തെ ഓർത്ത് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ യേശു കർത്താവ് കളിയാക്കപ്പെട്ട സമയങ്ങളിലെല്ലാം, അപമാനിക്കപ്പെട്ട സമയങ്ങളിലെല്ലാം ഒരു വാക്കിനും ഉത്തരം പറയാതെ, അധിക്ഷേപിച്ചിട്ട് പകരം അധിക്ഷേപിക്കാതെ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ യേശു കർത്താവ് ജീവിച്ചു എങ്കിൽ, എന്റെ ദൈവമക്കളെ, നമുക്കുള്ള അവകാശം എന്ന് പറയുന്നത് യേശുവിനെ പോലെ തന്നെ ജീവിക്കാനാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ ചാർച്ചക്കാരുടെ അടുക്കലായിരിക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം, ആര് നമ്മളെ കളിയാക്കിയാലും, ഇനി നമ്മുടെ സഭയിലുള്ള ആളുകളായിരിക്കാം, വിശ്വാസ ഗോളമായിരിക്കാം, നമ്മളെ കളിയാക്കിയാലും കളിയാക്കുമ്പോൾ അത് കേട്ടിരിക്കാനല്ലാതെ അതിന് പ്രത്യുത്തരം പറഞ്ഞ്, അതിന് തിരിച്ച് കൗണ്ടർ ആർഗ്യുമെന്റുകൾ കൊടുത്ത്, നമ്മുടെ ഭാഗങ്ങൾ ന്യായീകരിച്ച് നാം വലിയ നീതിമാനാണെന്ന് തെളിയിക്കേണ്ട യാതൊരു ആവശ്യകതയും നമുക്കില്ല. നമ്മൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് യേശു കർത്താവിന്റെ മാതൃക. അപ്പോൾ പരസ്യമായി ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്, ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ആ കരുണ ലഭിക്കേണ്ടതിന് വേണ്ടി നാം കൃപാസനത്തിന് അടുക്കലേക്ക് അടുത്ത് ചെല്ലണം. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മുടെ ഭാര്യ നമ്മളെ കളിയാക്കുമായിരിക്കാം, നമ്മുടെ മക്കൾ നമ്മളെ കളിയാക്കുമായിരിക്കാം, നമ്മളുടെ ഭർത്താവ് നമ്മളെ കളിയാക്കുമായിരിക്കാം, നമ്മളുടെ ചാർച്ചക്കാർ നമ്മളെ കളിയാക്കുമായിരിക്കാം. സഭയിൽ നമ്മൾ യേശുവിനെ പോലെ ജീവിക്കുന്നത് കൊണ്ട് ചില ആളുകൾ നമ്മളെ കളിയാക്കുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അവിടെ യേശുവിനെ പോലെ തന്നെ നമ്മൾ ജീവിക്കണം. അതിന് ഈ നമ്മുടെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ശ്രമിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പിടുത്തം വിട്ടുപോകും, നമ്മുടെ കൺട്രോൾ പോകും. ഒരിക്കലും ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങൾ ആരും ദേഷ്യപ്പെടരുത്, എന്ത് വന്നാലും ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യണം, ഒരിക്കലും ആ ദേഷ്യം പ്രകടമാക്കരുത്. ആ ക്ലാസ്സിൽ ബിരുദനായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു, സാറ് ദേഷ്യപ്പെടുവോ? ഇല്ല, ഞാന് ദേഷ്യപ്പെടാറില്ല. അവൻ ചോദിച്ചു, സാറേ അല്ല, വീട്ടില് സാറിന്റെ ഭാര്യയോടും മക്കളോടൊക്കെ ദേഷ്യപ്പെടുവോ? ഇല്ലില്ല, ഞാൻ അവരോട് ദേഷ്യപ്പെടാറില്ല. സാറെ മക്കൾ കുരുത്തക്കേട് കാണിച്ച സാറ് ദേഷ്യപ്പെടുവോ എന്ന് ചോദിച്ചു. ഇല്ല, കുരുത്തക്കേട് അത് പിള്ളേരുടെ ഒരു ഇതാണല്ലോ, വളർന്നു വരുമ്പോൾ കുരുത്തക്കേടൊക്കെ മാറിക്കോളും, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടാറില്ല. അപ്പൊ അവൻ ചോദിച്ചു, സാറേ അവരെന്തേലും തല്ലി പൊട്ടിച്ച, ചിലപ്പോ സാറിന്റെ മൊബൈൽ അവർ എറിഞ്ഞു പൊട്ടിച്ച ദേഷ്യപ്പെടുവോ? ഇല്ലല്ല, മൊബൈൽ തിങ്സ് ആർ ടു ബി യൂസ്ഡ് ആൻഡ് പീപ്പിൾ ആർ ടു ബി ലൗഡ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പിള്ളേരോടും ദേഷ്യപ്പെടത്തില്ല. അപ്പം ഓക്കെ, ശരി. സാറിന്റെ വൈഫ് സാറിന് ഈ ഉണക്ക ചപ്പാത്തി കൊണ്ട് തന്ന, കരിഞ്ഞ ചപ്പാത്തി കൊണ്ടുവന്ന സാർ ദേഷ്യപ്പെടുവോ? ഇതിങ്ങനെ കുറെ ചോദ്യം ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പൊ ഈ സാറ് അവസാനം പറയാം, എടാ നിന്നോടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്ന്. എത്ര നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ഈ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കകത്തൊന്നും നിൽക്കുന്ന കാര്യമല്ല, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോ എന്താണ് സാധിക്കേണ്ടത്? ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, യേശുവേ, എനിക്ക് അപമാനങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ സഹിക്കുമ്പോൾ, എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കും, എൻ്റെ കൂട്ടുകാരികൾ എന്നെ കളിയാക്കും, എൻ്റെ സഭയിലെ അംഗങ്ങൾ എന്നെ കളിയാക്കും, വിശ്വാസ സമൂഹം എന്നെ കളിയാക്കുമ്പോൾ, കർത്താവിനെ അറിയാത്ത സമൂഹം എന്നെ കളിയാക്കുമ്പോൾ, അവിശ്വാസികളായ ചാർച്ചക്കാരും ബന്ധുക്കളും എന്നെ കളിയാക്കുമ്പോൾ, യേശുവിനെ പോലെ ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപമാനിക്കപ്പെടുമ്പോൾ യേശുവിനെ പോലെ നമുക്ക് സാധിക്കട്ടെ. നാം ആ കൃപ പ്രാപിക്കുന്നില്ല എങ്കിൽ, ഒരു കാര്യം പറയട്ടെ, കൃപയുടെ വ്യാപനമില്ലാതെ, കരുണ കാണിക്കാൻ സാധിക്കാതെ യേശുവിനെ പോലെ ആകുന്നതിൽ നമ്മൾ പരാജയപ്പെടും. ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ പറയും, നിന്നെ കണ്ടാൽ യേശുവിനെ പോലെ അല്ല, യേശുവാണെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറുക എന്ന് വീട്ടുകാരൻ. രണ്ടാമത്തെ പ്രശ്നം തടവാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് അനേക ആളുകൾ തടവിലാകേണ്ട ഒരവസ്ഥയുണ്ടായി, നമ്മൾ അതിനെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്,
ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയാണ്. പത്രോസ് തടവിലായപ്പോൾ നമുക്കറിയാവുന്ന സംഭവമാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? അദ്ദേഹം അവന്റെ നടുവിൽ കിടന്ന് ഉറങ്ങി. ഇവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവരെന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം നടുവിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, ഇനി 12-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ കാരണം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന് അതിന് നടുവിൽ കിടന്നുറങ്ങുവാനായിട്ട് സാധിച്ചു. ഇനി രണ്ടാമത്തെ സംഭവത്തിലേക്ക് വരാം. ഈ അപ്പോസ്തലനായ പൗലോസും സിൽവാനോസും തടവിലായ കാര്യം 16-ാം അധ്യായം 25-ാം വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16-25 അവിടെ വായിക്കുന്ന അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതി തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നു. അവിടെ രണ്ടുപേരും ചെയ്യുന്ന കാര്യം എന്താണ്? ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? തൊട്ടുമേളിൽ പറഞ്ഞിരിക്കുന്നു, അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപ പകർന്നു. ആ കൃപയിൽ അവർക്ക് ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് സാധിച്ചു. ഇനി നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് എഴുതപ്പെട്ട സാഹചര്യം, അദ്ദേഹം പത്മോസിന്റെ ദ്വീപിലേക്ക് ഇങ്ങനെ നാട് കടത്തപ്പെട്ടപ്പോഴാണ്. അവിടെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കർത്തൃ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം രാവിലെ ഒരു ആത്മവിവശത ഉണ്ടായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ് 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നൽകിയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ, അപ്പോസ്തലന്മാർ തടവിലായപ്പോൾ അവർക്ക് ദൈവത്തെ പാടി സ്തുതിക്കാനും കിടന്നുറങ്ങാനും കഴിഞ്ഞത്, ആരാധിക്കാനുള്ള ആത്മപ്രേരണ ഉണ്ടായത് പ്രാർത്ഥനയിലൂടെ അവർക്ക് ലഭിച്ച ദൈവകൃപയിൽ നിന്നാണ്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ പ്രാർത്ഥിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചതിന്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചല്ലോ. അവർ പ്രാർത്ഥിച്ചപ്പോൾ കൃപ ലഭിച്ചു, അവരതുകൊണ്ട് കിടന്നുറങ്ങി, അവര് ദൈവത്തെ പാടി സ്തുതിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ആദിമ വിശ്വാസികളൊക്കെ തടവിലായപ്പോൾ, ജയിലിലാകുമ്പോൾ, കുണ്ടറകൾ കിടക്കേണ്ടി വന്നപ്പോൾ അവർക്ക് അവിടം ഒരു വലിയ ഭാരമുള്ള സ്ഥലമായിട്ടൊന്നും തോന്നിയില്ല. ആ പ്രശ്നത്തിന്റെ നടുവിൽ അവർ സമാധാനത്തോടെ കിടന്നുറങ്ങി. ആ പ്രശ്നത്തിന്റെ നടുവിൽ അവർ ആശ്വാസത്തോടു കൂടെ ജീവിച്ചു. ആ പ്രതികൂലത്തിന്റെ നടുവിൽ അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി, ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പൊ അതിന്റെ കാരണം എന്താണ്? കൃപ ലഭിച്ചത് കൊണ്ട് ആണ്. അപ്പൊ നമ്മൾ കൃപാസനത്തേക്ക് ചെല്ലുന്നില്ലെങ്കിലോ എന്താ സംഭവിക്കുക? തടവിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ഉറങ്ങുവാനും സാധിക്കാതെ, ആരാധിക്കുവാനുള്ള ആത്മപ്രേരണയില്ലാതെ നാം നിരാശയിൽ കഴിയേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ അപമാനിക്കപ്പെടുമ്പോൾ നാം കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുന്നില്ല എങ്കിൽ യേശുവിനെ പോലെ ആകുന്നതിൽ നാം പരാജയപ്പെട്ടു പോകും. 2, നമ്മൾ തടവിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ തടവിന് സമാനമായ സാഹചര്യം ഉണ്ടായാൽ, ഏകാന്തത ഉണ്ടായാൽ, അവിടെയും നാം കൃപ പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മൾ നിരാശരായിട്ട് തീരും. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നിരാശരാകുക മാത്രമല്ല, നമ്മൾ ഈ ദൈവഹിതം മനസ്സിലാക്കാതെ അതിനെതിരായി പ്രവർത്തിക്കാനായിട്ട് കൂടെ തയ്യാറാകും. ചിലപ്പോഴൊക്കെ അതിനുവേണ്ടി വാളെടുക്കാനും, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കാനും, അതിനുവേണ്ടി സമരം ചെയ്യാനും, അതിനുവേണ്ടി സംഘടനകൾ ഉണ്ടാക്കാനും, അതിനുവേണ്ടി ഗ്രൂപ്പ് തയ്യാറാക്കാനും, അതിനുവേണ്ടി നമ്മൾ മന്ത്രിമാരെയും അങ്ങനെയുള്ള മേലുദ്യോഗസ്ഥന്മാരെയും കാണാനും, നമ്മളൊരു വലിയ ആൾക്കാരാണെന്ന് കാണിച്ച് അവരിലൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. കാരണം എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ച് കൃപ പ്രാപിക്കുന്നില്ല. ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തെറ്റിപ്പോകുന്നതിന്റെ കാരണം എന്താ? നമ്മൾ രാജകത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ? നമ്മളിൽ ഒരാൾ തടവിലാകുമ്പോൾ നമ്മൾ അപ്പോഴേ എന്തിനാ ഈ പ്ലക്കാർഡ് എടുക്കുന്നത്? അതിന്റെ മുഖാന്തരം എന്താണ്? നമുക്ക് കൃപ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കൃപ ലഭിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുറകോട്ട് പോവുകയാണ്. ലോകത്തെ നമ്മുടെ സഭയിലോട്ട് പതുക്കെ കൊണ്ടുവരികയാണ്. ലോകപരമായ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. രാഷ്ട്രീയം നമ്മുടെ ഒരു ആയുധമായി മാറുകയാണ്. രാഷ്ട്രീയ ബലം നമ്മുടെ ഒരു ആയുധമായി മാറുകയാണ്. നമ്മുടെ ആൾബലം നമ്മളുടെ ആയുധമായി മാറുകയാണ്. ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞ് ഞങ്ങൾ നിസാരക്കാരല്ല എന്ന് ഭരണപക്ഷിയെ അല്ലയോ പ്രതിപക്ഷത്തെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ ദൈവമക്കളെ, നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ച് കൃപ പ്രാപിക്കണം. തടവിലായേക്കാം,
ഈ ഭരണം ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായില്ല എന്ന് വരാം. മണിപ്പൂരിലൊക്കെ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിച്ചു കൂടായികയൊന്നുമില്ല. ദൈവം അനുവദിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും ഈ ഉണ്ടാവത്തില്ല എന്ന് പറയാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നമുക്ക് സാധിക്കണം ക്രിസ്തുവിനെ പോലെ ആകാൻ. അവിടെ നമുക്ക് സമാധാനത്തോടെ പെരുമാറാനായിട്ട് കഴിയണം. അവിടെ നമുക്ക് ലോകത്തെ അനുകരിക്കാതെ ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തടവിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കൃപ ആവശ്യം. അതിനുവേണ്ടി നമുക്ക് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. അവിടുന്ന് കൃപ നമുക്ക് പ്രാപിക്കാം. മൂന്നാമത്തെ കാര്യം മരണമാണ്. മരണം എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്നു എന്നുള്ളതല്ല, മരണം എന്ന് പറയുന്ന ആ ഒരു മൂന്നക്ഷരത്തെ പ്രാപിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇത് വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ ദൈവസഭയിലെ വിശ്വാസികൾക്കുണ്ടായ കഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. നോക്കിയേ, ആദ്യം പറയുന്ന കാര്യം എന്താണ്? അവര് കല്ലേറ് ഏൽക്കേണ്ടതായിട്ട് വന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥയാണ്. ഈർച്ചവാൾ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തടി അറക്കുന്ന വാള് പോലെയുള്ള നീളത്തിലുള്ള വാളാണ്. ഒറ്റയടിക്ക് അറക്കുകയല്ല, ഓരോ ഭാഗമായി പതുക്കെ അറക്കുന്ന ഒരവസ്ഥ. അതാണ് ഈർച്ചവാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അറുക്കപ്പെട്ട അവസ്ഥയുണ്ടായി. വാളാല് കഴുത്തിന് വാളുകൊണ്ട് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് വെയിലത്ത് കിടക്കേണ്ടി വരുന്നു. കിടക്കുമ്പോൾ ആ തോൽ ഇങ്ങനെ ചുരുങ്ങുകയും അതിന്റെ ആ ചുരുക്കത്തിൽ ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഒക്കെ ഉഴന്നു വലഞ്ഞ് ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ, സഹായമില്ലാതെ നടക്കേണ്ട സാഹചര്യം അവർക്കുണ്ടായി. മൃഗങ്ങളുടെ മുൻപിലേക്ക് ക്രിസ്ത്യാനികളെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തു, അല്ലെങ്കിൽ അവരെ മൃഗങ്ങൾക്ക് ആഹാരമായിട്ട് കൊടുത്തു. അവരെ മതിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നു. ഈ വലിയ ചൂടിൽ ഇരുമ്പ് പഴിപ്പിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് അവരെ കിടത്തി. അവരെ പലപ്പോഴും ക്രൂശിച്ചു. സഹോദരിമാരെ, സ്ത്രീകളെ നഗ്നരാക്കി നിർത്തി. അത് മാത്രമല്ല, അവരെ തീപ്പന്തങ്ങളാക്കി, ലൈറ്റുകളാക്കി അവരെ ഉപയോഗിച്ചു. ഈ തെരുവുകളിലും നാടകത്തിന്റെ സ്ഥലം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിശ്വാസികളെ ഇങ്ങനെ ലൈറ്റുകളാക്കി ഉപയോഗിച്ചിട്ടുണ്ട്, വെളിച്ചമാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അവരെ കോടാലി പോലെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് കൊന്നിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളികൾ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ഒറീസയിലേക്ക് വന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 ആൺമക്കളെയും ജീവനോടെ ജീപ്പിലിട്ട് കത്തിച്ച് കൊന്നിട്ടുണ്ട്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ വളരെയധികം കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ശിഷ്യന്മാരുടെ കാര്യം നോക്കിയാൽ, ശിഷ്യന്മാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മത്തായി ഈ കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചു എന്നുള്ളതാണ്. യാക്കോബ് ദണ്ട് പോലെയുള്ള ഒരു സാധനം കൊണ്ട് കുത്തേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ഈ യൂദയെ, ഈശ്വര്യത്തെ യൂദയല്ല, മറ്റേ യൂദയെ ക്രൂശിക്കുകയായിരുന്നു. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ വെച്ച് മരിക്കാൻ ഇടയായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മത്തിയാസ്, അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇടയായിട്ട് തീർന്നു. ഫിലിപ്പോസിനെ ഇത്തരമൊരു ഒരു ആയുധം കൊണ്ട് അദ്ദേഹത്തെ കൊന്നു. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. തോമസിനെ കുന്തം കൊണ്ട് അല്ലെങ്കിൽ അമ്പുകൊണ്ട് കുത്തിക്കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ശീമോനെ ക്രൂശിച്ചു കൊന്നു. അന്ത്രയോസിനെ ഈ എക്സ് അടയാളത്തിൽ ക്രൂശിച്ചു കൊന്നു. ബർത്തലോമായിയെ ചാട്ട കൊണ്ട് അടിച്ച് കൊന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി 1-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ അനേക ഭക്തന്മാരായ ആളുകൾ, പോളികാർപ്പ്, ഇഗ്നേഷ്യസ്, പെർപെറ്റ, ഫെലിസിറ്റി, ജസ്റ്റിൻ, ബ്ലാഞ്ചിന, പോളികാർ, പോത്തിനസ്,
ക്വാഡ്രറ്റസ്, ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇതിലേറെ ആളുകൾ, ഇത് പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ പേരുകളാണ്, ഇതിലേറെ ആളുകൾ അവരുടെ ജീവിതം ബലി കഴിക്കേണ്ടതായി വന്നിട്ടുണ്ട്, അവരുടെ ജീവൻ കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ മുൻപ് അവർക്കൊരു അവസരം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടർന്നുള്ള കാലം ജീവിക്കാം, ഞങ്ങൾ നിന്നെ കൊല്ലത്തില്ല, ഈർച്ചവാളിനോ വാളിനോ ക്രൂശീകരണത്തിനോ ഒന്നും ഞങ്ങൾ നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല, തീക്കിരയാക്കത്തില്ല, നിങ്ങളെ തീപ്പന്തളാക്കി നിർത്തത്തില്ല, നിങ്ങളുടെ സ്ത്രീകൾ നഗ്നരാകേണ്ടി വരത്തില്ല, നിങ്ങൾ മൃഗങ്ങൾക്ക് ആഹാരമായി തീരത്തില്ല, നിങ്ങൾ കല്ലേറ് കൊണ്ട് മരിക്കേണ്ടി വരത്തില്ല, തലകീഴാക്കി ക്രൂശിക്കേണ്ടി വരത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശു അല്ല കർത്താവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. യേശു അല്ല കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കും. ഞാൻ പറയട്ടെ, ഇവരാരും അങ്ങനെ പറഞ്ഞു, ഇവരാരും അങ്ങനെ പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു, എന്റെ ജീവിതം കർത്താവിനുള്ളതാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എനിക്ക് മരിക്കുന്നത് ലാഭകരമായ ഒരു കാര്യമാണ് എന്നവര് പറയുവാൻ ഇടയായിട്ട്. പ്രിയ ദൈവമക്കളെ, ലാഭകരമാണെന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമം. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മരണമെന്ന മൂന്നക്ഷരം അവർക്കൊരു വാതില് പോലെ തോന്നി. മരണം അവർക്കൊരു ലാഭകരമായി തോന്നി. അതിന് ഈർച്ചവാള് കൊണ്ടാണെങ്കിലും, തീയിൽ പോകേണ്ടി വന്നിട്ടാണെങ്കിലും, പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടാണെങ്കിലും, മരണത്തിന് മുഖാമുഖം കാണുമ്പോൾ അതൊരു വാതിലാണ്, ക്രിസ്തുവിന്റെ അടുക്കിലേക്കുള്ള പ്രവേശനമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഞാൻ വായിക്കുന്നുണ്ട് 14-15 വാക്യത്തിനകത്ത്, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിനാണ് അവരിങ്ങനെ ഈ മോചനം സ്വീകരിക്കാതെ പീഡനമേറ്റത് എന്നുള്ളതാണ്. മോചനം എന്താണ്? യേശുവിനെ തള്ളിപ്പറയുക, ജീവിക്കുക, യേശുവിനെ തള്ളിപ്പറയുക, ജീവിക്കുക. പക്ഷെ ആ മോചനം അവർ സ്വീകരിച്ചില്ല. യേശുവിനെ തള്ളിപ്പറയാതെ അവർ പറഞ്ഞു, ജീവിക്കുന്നത് ക്രിസ്തു, ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭം. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഇത് മാത്രം നിസ്സാരമായ കാര്യമല്ല. കാരണം മതങ്ങളൊക്കെ പഠിപ്പിക്കുക, ഈ മരണത്തിനപ്പുറത്ത്, മരണം ഒരു യാഥാർത്ഥ്യമാണ്, മരണത്തിനപ്പുറം കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ ബൈബിള് പഠിപ്പിക്കുന്നത് മരണം ലാഭമാണ്, മരണത്തിനപ്പുറം യേശുവിന്റെ കൂടെയാണ്, ശരീരത്തിന് നല്ലൊരു പുനരുത്ഥാനം പിന്നീട് ലഭിക്കുകയും ചെയ്യും. മരണമെന്ന യാഥാർത്ഥ്യം നമുക്കരികിലേക്ക് എത്തുമ്പോൾ ഭയം നമ്മെ പരാജയപ്പെടുത്താതിരിക്കാൻ നമുക്ക് കൃപ ആവശ്യമാണ്. അതിനുള്ള കൃപയും കൃപാസനത്തിങ്കൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഗ്രേസ്, നാം കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ കൃപ നാം ചെല്ലുന്നില്ലെങ്കിലോ സംഭവിക്കുന്ന കാര്യം, മരണമെന്ന യാഥാർത്ഥ്യം നമുക്കരികിലേക്ക് എത്തുമ്പോൾ ഭയം നമ്മെ പരാജയപ്പെടുത്തും. നാം കർത്താവിനെ തള്ളിപ്പറയാൻ, പിന്മാറിപ്പോകാൻ, പ്രത്യാശയില്ലാതെ നിരാശയിൽ കഴിയാൻ ഉള്ള സാധ്യതകൾ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യം അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. നാം അപമാനിക്കപ്പെട്ടോട്ടെ, നാം തടവിലായിക്കോട്ടെ, ഇനി മരിക്കേണ്ടി വന്നോട്ടെ, തീരുമാനമെടുക്കാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച്, വിശ്വാസം പ്രഖ്യാപിച്ച്, യേശു എങ്ങനെ ജീവിക്കുമോ അങ്ങനെ മാത്രം നമുക്ക് ജീവിക്കാം. ഇടയ്ക്കൊക്കെ ഭാര്യയോട് ചോദിക്കുക, യേശുവിനെ പോലെയാണോ ഞാൻ? അല്ല എന്നവർ പറയുമ്പോൾ ആ മേഖലയിൽ യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുക. അല്ലാന്ന് തന്നെ പറയത്തുള്ളൂ, അതാണെന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. യേശുവിനെ പോലെ ആകാനായിട്ട് ഞാനുള്ള എന്നെ കൂടെ ഉൾപ്പെടുത്തിയേ പറയുന്നത്. യേശുവിനെ പോലെ ആണെങ്കിൽ ഇങ്ങനല്ല പെരുമാറുക എന്ന് എനിക്ക് തന്നെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അവർ പറയേണ്ട കാര്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചോദിച്ചാലും അത് തന്നെ പറയാൻ പോകും. അപ്പോ നമുക്ക് ഒരു തീരുമാനമെടുക്കാം, ഞാൻ യേശുവിനെ പോലെ ജീവിക്കും.
പക്ഷെ തീരുമാനം കൊണ്ട് സാധിക്കത്തില്ല, കൃപ ആവശ്യം. ആ കൃപാസനത്തിങ്കലുണ്ട്. നമുക്ക് ധൈര്യത്തോടെ അടുത്തെല്ലാം പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ കൃപ തരണം. അപമാനിക്കപ്പെടുമ്പോൾ, തടവിലാകുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുന്നു, ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കുന്ന ദൈവത്തേക്ക് നോക്കാം. പ്രിയപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കും. ഞങ്ങൾ നൽകിയ ഈ നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പച്ച ഞങ്ങള് അവിടുത്തെ വചനം പഠിക്കുകയായിരുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ തടവിലാകുകയോ അതിന് സമാനമായ സാഹചര്യമോ ഉണ്ടാകുമ്പോൾ, മരണം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് വരുമ്പോൾ, യേശുവിനെ തള്ളിപ്പറയാതെ യേശു ഞങ്ങളുടെ കർത്താവാണെന്ന് അവിടെയും ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിനെ പോലെ കർത്താവിന്റെ ആ ജീവിതത്തെ ജീവിച്ച് കാണിക്കുവാൻ, ജീവിക്കുന്ന ക്രിസ്തുവായിട്ട് മാറുവാൻ അവിടുന്ന് കൃപ നൽകി സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപയില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല അപ്പച്ച. അവിടുത്തെ കൃപ നൽകിയാട്ടെ. അവിടുത്തെ വരവ് വരെയും അവിടുത്തെ പ്രത്യാശയിൽ ജീവിപ്പാൻ, വിശ്വാസം മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ വചനത്തിനായി നന്ദി പറയുന്നു. അടിയനിലൂടെ അങ്ങ് സംസാരിച്ചുവല്ലോ നാഥ, അങ്ങയെ സ്തുതിക്കുന്നു. അപ്രയോനദാസനാണ്. അടിയന് പകരമായി അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾ എല്ലാവരിലും ഈ വചനം ഫലം കാണുവാൻ കർത്താവ് ഇടയാക്കണം. അനുഗ്രഹത്തിന് മാത്രം കാരണമാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. എല്ലാവർക്കും നന്ദി.